LSGD തേർഡ് ഗ്രേഡ് ഓവർസിയർ 2016 ഒക്ടോബർ 28 നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 141/2016. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോക്സ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പാസ് ഈസ് മെയ്ഡ് ഓഫ്. നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ് ബോക്സ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പാസ് ഉണ്ടാക്കുന്നത് ബ്രാസ് വെച്ചിട്ടാണ്. The specific gravity of stone should not be in any case less than. സ്റ്റോണിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒരിക്കലും 2.5 കുറയാൻ വേണ്ടി പാടില്ല. The rock which are deposited in layers and can easily split along such layers is known as. നമ്മൾ സെഡിമെൻ്ററി റോക്കാണ് ഇതിൻ്റെ ആൻസർ. സെഡിമെൻ്ററി റോക്ക് ഇങ്ങനെ ലെയർ ആയിട്ട് ഡെപ്പോസിറ്റ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇത് അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ മെറ്റമോർഫിസം സംഭവിക്കുന്നതാണ് മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. ബസാൾട്ട് ശരിക്കും ഒരു ടൈപ്പ് ഓഫ് റോക്കല്ല, റോക്കിൻ്റെ ഒരു എക്സാമ്പിളാണ്. 50-60% ആണെങ്കിലും നമ്മൾ ചീഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് ശരിക്കും അലൂമിനിയാണ്. അതിന് കാരണം അതാണ് ബ്രിക്കിന് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സിലിക്ക നമുക്ക് ബ്രിക്ക് ക്ലേയിൽ വേണ്ടത് 50-60% ആണ്. സിലിക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ മണ്ണിൻ്റെ മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് സിലിക്ക തന്നെയാണ്. അപ്പോൾ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളിലും കൂടുതലുണ്ടാവുക സിലിക്ക തന്നെയായിരിക്കും. ഇനി സിമെൻറ്റിൻ്റെ കാര്യം എങ്ങനെയായിരുന്നു? സിമെൻറ്റിൽ ഏറ്റവും മേജറായിട്ട് പോർഷൻ ഷെയർ ചെയ്യുന്ന ആരാണ്? ലൈമാണ് 60% ഉള്ളത്. സിലിക്ക സെക്കൻഡ് മേജർ കമ്പോണൻ്റ് ആണ്, അത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. ഒരു 25% വരെയാണ് മാക്സിമം സിലിക്ക സിമെൻറ്റിൽ ഉണ്ടാവുക. തേർഡ് പോസ്റ്റാണ് അലൂമിനിയയ്ക്കുള്ളത്. ക്യുക്ക് സെറ്റിങ്ങിന് കാരണമാവുന്നത് സിമെൻറ്റിൽ അലൂമിനിയാണ്. ഇവിടെ തിരിച്ചാണ് വരുന്നത്. ഇവിടെ ആദ്യത്തെ മേജർ പോർഷൻ എന്ന് പറയുന്നത് സിലിക്കയാണ് ബ്രിക്കിൽ. സെക്കൻഡ് പോർഷൻ വരുന്നത് ബ്രിക്ക് ആവുമ്പോൾ മേജർ പോർഷൻ സിലിക്ക, സെക്കൻഡ് അലൂമിന, തേർഡാണ് ലൈം ഒരു ഷേപ്പൊക്കെ ലൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഹാംഫുൾ ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് ബ്രിക്കിലെ. സിമൻറ്റ് വരുമ്പം സിമൻറ്റിൽ ഏറ്റവും മേജർ കോൺസ്റ്റിറ്റ്യൂൻ്റ് എന്ന് പറയുന്നത് ലൈമാണ്. അതിനുശേഷം സിലിക്കയാണ്. സിലിക്ക തന്നെയാണ് സ്ട്രെങ്ത് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നീടാണ് അലൂമിന വരുന്നത്. അലൂമിന ക്യുക്ക് സെറ്റിങ്ങിന് കാരണമാവുന്ന ആളാണ്. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ, ദ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ ഇസ് ഡൺ. ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്വാറിയിങ്, ആഫ്റ്റർ സീസണിങ്, ആഫ്റ്റർ 3 months ഓഫ് ക്വാറിയിങ്, ജസ്റ്റ് ബിഫോർ ബിൽഡിംഗ്. ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്വാറിയിങ് ആണ്. ക്വാറിയിങ് ചെയ്ത് കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ ഡ്രസ്സിങ് ചെയ്യുന്നതാണ് നല്ലത്. ഡ്രസ്സിങ് ചെയ്യണം. 9th ക്വസ്റ്റ്യൻ, വാട്ട് ജനറൽ നെയിം ഈസ് ഗിവൺ ടു ദ ഫിസിക്കൽ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ പാർട്സിന് നമ്മൾ എന്താ വിളിക്കുക? ഹാർഡ്വെയർ. അതിൻ്റെ പ്രോഗ്രാംസും അതിൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാംസിനെ എല്ലാമാണ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. 10th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഹാർഡസ്റ്റ് റോക്ക്? മാർബിൾ, ഡയമണ്ട്, ടെയിൽ, ക്വാർട്സ്. ഇതിന് നമുക്കൊരു ടേബിളുണ്ട്. ടേബിളിൽ 10 എണ്ണം ഉണ്ട്. മോർ സ്കെയിൽ നമുക്കറിയാം, അതിനനുസരിച്ച് ഹാർഡ്നെസ് സ്കെയിലുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആളാണ് ഡയമണ്ട്. ഹാർഡ്നെസ് സ്കെയിൽ 10 ആണ്. അപ്പോൾ ടാൽക്കം, ജിപ്സം, കാൽസൈറ്റ് എന്നുണ്ട്. അതിന് ഒരു കോഡുണ്ട്. ദ ഗേൾ ക്യാപ്റ്റൻ found a fine quartz towel containing diamond. ഈ കോഡ് വെച്ച് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ടി ഫസ്റ്റ് വരുമ്പോൾ ടി ഫോർ ടാൽക്കം. ടാൽക്കത്തിൻ്റെ മോർ സ്കെയിൽ എന്ന് പറയുന്നത് 1 ആണ്. ടാൽക്കം 1. ഗേളിൻ്റെ ജിപ്സം, ഫസ്റ്റ് ലെറ്റർ മാത്രമേ കിട്ടുള്ളൂ. ജിപ്സം 2. ക്യാപ്റ്റൻ കാൽസൈറ്റ് ആണ്. കാൽസൈറ്റ് 3. ക്യാപ്റ്റൻ ഫൗണ്ട്, F ഫോർ ഫ്ലൂറൈറ്റ് 4. ഫൗണ്ട് A, അപ്പാറ്റിറ്റ് 5. ഫെൽസ്പാർ, ഫൈൻ ഫെൽസ്പാർ 6. ക്വാർട്സൈറ്റ് തന്നെ, ക്വാർട്സൈറ്റ് 7. ടവൽ ടോപ്പാസ് 8. containing corundum 9 and diamond 10.
ഇതാണ് നമ്മൾ ടേബിൾ. അപ്പം ദ ഗേൾ ക്യാപ്റ്റൻ ഫൗണ്ട് എ ഫൈൻ ക്വാർട്സ് ടവൽ കണ്ടെയ്നിങ് ഡയമണ്ട്. ടാൽക്കം 1, ജിപ്സം 2, കാൽസൈറ്റ് 3, ഫ്ലൂറൈഡ് 4, അപ്പറ്റൈറ്റ് 5, ഫെൽസ്പാർ 6, ക്വാർട്സൈറ്റ് 7, ടോപ്പാസ് 8, കോറൻഡം 9, ഡയമണ്ട് 10. ഈ കോഡ് പഠിച്ചാൽ നമുക്ക് ഫസ്റ്റ് ലെറ്റർ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം 10 വരുന്നത് ഡയമണ്ട്, ഹാർഡസ്റ്റ് മെറ്റീരിയൽ. ആൻഡ് ടാൽക്കം, ഇത് ടാൽക്കം എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത്. ടാൽക്കത്തിന് മോർ സ്കെയിൽ യൂണിറ്റ് വാല്യൂ 1 ആണ്. നമ്മൾ ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ ഡയമണ്ട് ആണ് ഇൻഡൻറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം അത്രയും ഹാർഡാണ്. അപ്പം മെറ്റലിലൊക്കെ എന്തെങ്കിലും ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണമെങ്കിൽ അതിനേക്കാൾ ഹാർഡായിട്ടുള്ള സംഗതി വേണം. അതുകൊണ്ടാണ് അതിൻ്റെ ടിപ്പിൽ നമ്മൾ ഈ സംഗതി പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ, ക്യുക്ക് ലൈം ഈസ് എ. ക്യുക്ക് ലൈമിൻ്റെ ഡെഫിനിഷനാണ് ചോദിക്കുന്നത്. ക്യുക്ക് ലൈം എന്നുള്ള ആ പേരിൽ തന്നെ നമുക്കിതിൻ്റെ പ്രോപ്പർട്ടി ഓർത്ത് വെക്കാവുന്നതാണ്. ഓപ്ഷൻ എ, പ്രോഡക്റ്റ് ലെഫ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ. Product left immediately after the calcination of pure limestone. Carbonate of lime, oxide of lime, lime quickly treated with water. ഇവിടെ ആൻസർ വരുന്നത് പ്യുവർ ലൈമിൻ്റെ കാൽസിനേഷൻ കഴിഞ്ഞിട്ട് ആദ്യം കിട്ടുന്ന പെട്ടെന്ന് കിട്ടുന്ന ക്യുക്കായിട്ട് കിട്ടുന്നത് പ്യുവർ ലൈം എന്ന് പി കഴിഞ്ഞിട്ട് ക്യൂ. പ്യുവർ ലൈം കാൽസിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യുക്ക് ലൈം കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഈ ക്യുക്ക് ലൈം നമുക്ക് കിന്നിന്നാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ ലംബ് ലൈം എന്നാണ് വിളിക്കുക. അപ്പോൾ അഥവാ ക്യുക്ക് ലൈം എന്നാണ് കിട്ടുന്നതെങ്കിൽ ക്യുക്ക് ലൈം കിട്ടുന്നത് കിന്നിന്നാണെങ്കിൽ ലംബ് ലൈം എന്നും വിളിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ, എ ഗുഡ് ക്വാളിറ്റി സിമെൻറ്റ് ഷുഡ് ഹാവ് ഹയർ പെർസെൻറ്റേജ് ഓഫ്. സിമെൻറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഹയർ പെർസെൻറ്റേജ് ഏതാണ്? സിലിക്കയാണ്. ഫ്രീ ലൈം, ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. സിമെൻറ്റിലുള്ള കോൺസ്റ്റിറ്റ്യൂൻസ് എന്ന് പറയുന്നത് ഈ ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആൻഡ് ടെട്രാകാൽഷ്യം അലൂമിനോഫെറേറ്റ്. ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആൻഡ് ടെട്രാകാൽഷ്യം അലൂമിനോഫെറേറ്റ്. ഇതിൽ ഏറ്റവും മേജറായിട്ട് നമുക്ക് വേണ്ട കോൺസ്റ്റിറ്റ്യൂൻ്റ് എന്ന് പറയുന്നത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ട്രൈകാൽഷ്യം സിലിക്കേറ്റിന് ശേഷം പിന്നെ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്നത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. അതിനുശേഷം പ്രൊലോങ്ഡ് സ്ട്രെങ്ത് കൊടുക്കുന്നത് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഇപ്പോൾ C3S, C2S, C3A ആൻഡ് C4AF. C3Sനെ നമ്മൾ അലൈറ്റ് എന്ന് വിളിക്കും, C2Sനെ നമ്മൾ ബെലൈറ്റ് എന്ന് വിളിക്കും, C3Aനെ നമ്മൾ സെലൈറ്റ് എന്ന് വിളിക്കും, ആൻഡ് C4AFനെ നമ്മൾ ഫെലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. എലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റ് ആൻഡ് ഫെലൈറ്റ്. അലൈറ്റും ബെലൈറ്റും ആണ് സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്നത്. C3Aയും C4AFും ആണ് 24 hours ഉള്ളിലുണ്ടാവുന്നത്. അപ്പോൾ ഈ C3S ആണ് ഏറ്റവും കൂടുതൽ മേജർ പോർഷൻ ഓഫ് ദി സിമെൻറ്റ്. 7 to 28 days ഉള്ളിൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് C3S ആണ്. C2S പ്രൊലോങ്ഡ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ C3Aയിലും C4Aയിലും അലൂമിന കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ക്യുക്ക് സെൻറ്റിങ്ങിന് കാരണമാവുന്ന ആൾക്കാരായതുകൊണ്ട് 24 hours ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പം പിന്നെ മേജർ കോൺസ്റ്റൻറ്റ് നമുക്ക് വേണ്ടത്, അതുപോലെ മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവ് വേണ്ട സ്ഥലത്തൊക്കെ C2S കൂടുതലുള്ളതാണ് നമ്മൾ പ്രിഫർ ചെയ്യാറ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 13. ഇൻ എ ഫ്ലാറ്റ് ആർച്ച് ദ സ്ക്യൂ ബാക്ക് ഈസ് മെയ്ഡ് ടു റെസ്റ്റ് ഇൻ ആൻ ഇൻക്ലൈൻഡ് പൊസിഷൻ സോ ആസ് ടു മേക്ക് ആൻ ആംഗിൾ ഓഫ് ഡാഷ് വിത്ത് സ്പ്രിങ്ങിങ് ലൈൻ. സ്പ്രിങ്ങിങ് ലൈനുമായിട്ട് ഈ സ്ക്യൂ ബാക്കിനുള്ള ഇൻക്ലിനേഷനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഫ്ലാറ്റ് ആർച്ചിൽ സ്ക്യൂ ബാക്കും സ്പ്രിങ്ങിങ് ലൈനും തമ്മിലുള്ള ഇംഗ്ലീഷ്. നമുക്ക് ഫ്ലാറ്റ് ആർച്ച് ഈ ഫോമിലാണ് ഉണ്ടാവുക. അവിടെ സ്പ്രിങ്ങിങ് ലൈൻ, പിന്നെ താഴത്തെ പോർഷൻ ഉണ്ടാവില്ല, ആ കോർണർ പോർഷൻ ഉണ്ടാവില്ല. ഇത്രയും പോർഷൻ ആയിരിക്കും നമ്മൾ ഫ്ലാറ്റ് ആർച്ചിൽ നമ്മൾ കാണുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്രിക്ക് വർക്കായിരിക്കും, മേസൺട്രി വർക്കായിരിക്കും. അപ്പോൾ ഇതിന് അതിനൊരു ഇൻക്ലിനേഷൻ ഉണ്ട്, ആ സ്പ്രിങ്ങിങ് ലൈനും ഈ സ്ക്യൂ ബാക്കും തമ്മിൽ. ആ ഇൻക്ലിനേഷൻ 60 ഡിഗ്രിയാണ്. അത് പ്രത്യേകം ഓർത്ത് വെക്കുക, മിക്കവാറും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. 60 ഡിഗ്രി ഇൻക്ലിനേഷനാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഫ്ലാറ്റ് ആർച്ചിൻ്റെ സ്ക്യൂ ബാക്കും സ്പ്രിങ്ങിങ് ലൈനും തമ്മിലുള്ള ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി. Next question, question number 14. The lowest part of a structure which transmits the load
to the soil is known as lowest part of a structure. Superstructure, plinth and substructure ആണ് നമുക്കുള്ളത്. സൂപ്പർസ്ട്രക്ചറിൻ്റെയും സബ്സ്ട്രക്ചറിൻ്റെയും ഡിമാർക്കേറ്റിംഗ് ലെവലാണ് പ്ലിന്ത്, നമ്മളെ ബേസ്മെൻറ്റ് ലെവലിൽ വരുന്ന കൺസ്ട്രക്ഷൻ. അപ്പോൾ അതിൻ്റെ താഴെയുള്ളതാണ് സബ്സ്ട്രക്ചർ. അപ്പോൾ ലോവസ്റ്റ് പാർട്ട് ലോഡ് ട്രാൻസ്മിറ്റ് സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലോവസ്റ്റ് പാർട്ട് സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. Question number 15. The compressive strength of a good Portland cement and standards and mortar after 3 days of curing should not be less than. ഇത് നമ്മൾ IS കോഡ് പ്രകാരം 11.5 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. പക്ഷേ ഇത് PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 11.5 ന്യൂട്ടൺ പെർ മീറ്റർ എങ്കിലും ഒരു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് തരണം 3 ഡേയ്സിന് ആഫ്റ്റർ. ഇറ്റ് ഷുഡ് ഷോ ദി കംപ്രസീവ് സ്ട്രെങ്ത് നോട്ട് ലെസ് ദാൻ 11.5. അത് 7 ഡേയ്സിനാണെങ്കിൽ ഇവിടെ ന്യൂട്ടൺ പെർ mm² ആണ്, അല്ലെങ്കിൽ 7 ഡേയ്സിനാണെങ്കിൽ 17.5 ആണ്, അല്ലെങ്കിൽ 175 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഈ 175 തന്നെയാണ് 17.5 യൂണിറ്റ് മാത്രമേ മാറുള്ളൂ, ന്യൂട്ടൺ പെർ mm². യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. കിലോഗ്രാം പെർ ആണെങ്കിൽ ആ ഡെസിമൽ പോയിന്റ് ഉണ്ടാവില്ല. ഇത് 7 ഡേയുടെ കാര്യമാണ്. 3 ഡേ ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 33 എപ്പോഴാണ്? ആ 28 ഡേ ആകുമ്പോഴേക്കും ഇത് 33 ന്യൂട്ടൺ പെർ mm² സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ 7 ഡേൻ്റെയാണ് 17.5, 3 ഡേൻ്റെ 11.5 ആണ് ആൻസർ. ഇത് ശരിക്കും നമ്മുടെ 33 ഗ്രേഡ് ആണെങ്കിൽ 16ഉം 22 ആണ് സാധാരണ എക്സ്പെരിമെൻറ്റേഷൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് 28 ഡേയ്സ് ആകുമ്പോഴേക്കും അത് 33 ആയിട്ട് കാണിക്കാറുണ്ട്. 28 ഡേയ്സിൽ 33 എങ്കിലും കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവും. നോട്ട് ലെസ് ദാൻ ചോദിക്കുമ്പോൾ അത് 11.5ഉം അതുപോലെ 17.5ഉം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ദ പെർസെൻറ്റേജ് ഓഫ് റെസിഡ്യൂ ലെഫ്റ്റ് ആഫ്റ്റർ സീവിങ് ഗുഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഇൻ 90 മൈക്രോൺ സീവ് ഷുഡ് നോട്ട് എക്സീഡ്. നമ്മൾ 90 മൈക്രോൺ സീവിൽ സീവ് ചെയ്യുമ്പം 90 മൈക്രോൺ സീവിൻ്റെ സീവ് നമ്പർ എത്രയാണ്? 90 മൈക്രോൺ സീവ് എന്ന് പറഞ്ഞാൽ സീവ് നമ്പർ IS സീവ് നമ്പർ 9 ആണ്. ഇത് ശരിക്കും സിമെൻറ്റിൻ്റെ ഫൈനസ് ടെസ്റ്റിൽ ഒരെണ്ണമാണ്. അപ്പോൾ നമ്മളിത് അരിച്ചു കഴിഞ്ഞാൽ 10%-നേക്കാൾ കൂടുതൽ ഈ അരിപ്പയിൽ തങ്ങി നിൽക്കാൻ വേണ്ടി പാടില്ല. അപ്പം അതിനേക്കാൾ കൂടുതൽ ഫൈനായിരിക്കണം. അപ്പോൾ 10% ആണ് ഇവിടുത്തെ ആൻസർ. ശരിക്കും ഫൈനസ് ടെസ്റ്റിന് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഈ സീവ് അനാലിസിസും പിന്നെ ഒന്ന് ബ്ലെയിൻസ് എയർ പെർമബിലിറ്റി ടെസ്റ്റുമാണ്. Next question, 17. What is the number of traditional brick required for 10 meter cube of brickwork with a standard thickness of cement mortar 1:3 to 1:5? അപ്പം സാധാരണ സിമെൻറ്റ് മോർട്ടാറിന് 1 മീറ്റർ ക്യൂബിന് വേണ്ട ട്രഡീഷണൽ ബ്രിക്ക് എന്ന് പറയുന്നത് 460 നമ്പേഴ്സാണ്. അത് 1 മീറ്റർ ക്യൂബ് നോർമൽ ബ്രിക്ക് ആണെങ്കിൽ നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യലുള്ളത് 1 മീറ്റർ ക്യൂബ് ട്രഡീഷണൽ ആണെങ്കിൽ 460, 1 മീറ്റർ ക്യൂബ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്രിക്ക് ആണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു 500 നമ്പർ ഓഫ് ബ്രിക്ക് വേണം, സ്റ്റാൻഡേർഡ് ബ്രിക്ക്. അപ്പോൾ ഇവിടെ 10 മീറ്റർ ക്യൂബ് ആയതുകൊണ്ട് 4600 ആണ് ആൻസർ വരിക. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ ആ ആൻസർ കാണുന്നില്ല. ഇത് ശരിക്കും PSC ക്യാൻസൽ ചെയ്ത ഒരു ക്വസ്റ്റ്യനും കൂടിയായിരുന്നു. പക്ഷേ ഈ നമ്പർ ഓർത്ത് വെച്ചേക്കുക, 1 മീറ്റർ ക്യൂബിന് 460 നമ്പേഴ്സാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 18. ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ടിമ്പർ യൂസ്ഡ് ഇൻ ബിൽഡിംഗ് ഫ്രെയിംസ് ക്യാൻ ബി. മോയ്സ്ചർ എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ടിമ്പർ യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ പർപ്പസ് ഈസ് 12%. അപ്പോൾ നമ്മൾ സീസണിങ് ഒക്കെ ചെയ്തിട്ട് 12% ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ടിമ്പറിൽ മോയ്സ്ചർ കണ്ടൻറ്റ്. ദ ലെങ്ത് ഓഫ് എ റേഞ്ചിങ് റോഡ് ഈസ്, റേഞ്ചിങ് റോഡിൻ്റെ ലെങ്ത്ത് വരുന്നത് 2 to 3 meters ആണ്. 2 to 3 meters ആണ് റേഞ്ചിങ് റോഡിൻ്റെ ലെങ്ത്ത്, സ്റ്റാൻഡേർഡ് ലെങ്ത്ത്. റേഞ്ചിങ് റോഡിൻ്റെ ഹൈറ്റാണ് 2 to 3 meter. റേഞ്ചിങ് പോള് ഇതിനൊക്കെ 4 to 6 meter, അത് കുറച്ചും കൂടി ഹൈറ്റുള്ള റേഞ്ചിങ് റോഡിൻ്റെ അതേ സാധനം തന്നെ, പക്ഷേ ഹൈറ്റ് 4 to 6 meter ആണെങ്കിൽ അതിന് നമ്മൾ റേഞ്ചിങ് പോൾ എന്നാണ് വിളിക്കുക. ഇനി ദ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു. ഇത് ശരിക്കും PSC ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഓപ്ഷൻ എ വാട്ടർ കണ്ടൻറ്റ്,
Option A sand content, option B water cement ratio, option C aggregate water ratio, and option D cement aggregate ratio. നമ്മുടെ IS കോഡ് 456/2000 ക്ലോസ് 8 ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ് പറയുന്നത്. അതിൽ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ഡ്യൂറബിലിറ്റി ഇൻക്ലൂഡ് environment, the cover to embedded steel, the type and quality of constituent materials, the cement content and water cement ratio of the concrete, workmanship to obtain full compaction and efficient curing, the shape and size of the member. ഇത്രയും ഫാക്ടേഴ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, കവറിനെ വാട്ടർ സിമെൻറ്റ് റേഷ്യോനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, കവർ എത്രയാണ് നമ്മൾ കവർ പ്രൊവൈഡ് ചെയ്യുന്നത് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി, അതുപോലെ തന്നെ വർക്ക്മാൻഷിപ്പ്, പിന്നെ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി മെമ്പർ. ഇത്രയും കാര്യങ്ങളെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ആൻസർ വരേണ്ടത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്. എന്താണ് ക്യാൻസൽ ചെയ്തെന്ന് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാ ഇതും റിലേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ IS കോഡ് പ്രകാരം പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് കുറച്ചും കൂടി ആപ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Okay, we will move on to question number 21. For RCC construction, the maximum size of course aggregate is limited to. RCC construction maximum size നമ്മൾ യൂസ് ചെയ്യുന്നത് 20 mm ആണ് പ്രൊവൈഡ് ചെയ്യാറ് സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷൻ വരുന്നത് മാക്സിമം അപ് ടു 25 mm ആണ്. എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. For most work 20 mm of aggregate is suitable ആയിട്ടുള്ളത് എപ്പോഴും 20 mm തന്നെയാണ്. പക്ഷെ ലിമിറ്റഡ് ടു 25 mm ആണ്. ഇനിയിപ്പോൾ ഫ്ലോ ഓഫ് കോൺക്രീറ്റിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല എങ്കിൽ 40 mm വരെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ പറയുന്നതെല്ലാം IS കോഡ് 456/2000 പ്രകാരമാണ്. 5.3.3 ക്ലോസിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി കവറൊക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ 10 mm നോമിനൽ സൈസ് യൂസ് ചെയ്യാറുള്ളൂ. യൂഷ്വലി അല്ലെങ്കിൽ മോസ്റ്റ് വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 20 mm ആണ്. ലിമിറ്റഡ് ടു ഇതിനേക്കാൾ കൂടാണ്ട് RCCയിൽ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത് 25 mm ആണ്. പിന്നെ ഫ്ലോ ഓഫ് കോൺക്രീറ്റ് വർക്കബിലിറ്റി ഒക്കെ ഒരു കൈയും കണക്ക് നല്ല വർക്കബിളൊക്കെ ആയിട്ടുള്ള കോൺക്രീറ്റ് ആണെങ്കിൽ 40 mm വരെയൊക്കെ പോവാറുണ്ട്. Question number 22. According to Indian standard specifications, the temperature for curing is. ടെമ്പറേച്ചർ എത്ര നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യല് ആ സ്ഥലത്തെ ടെമ്പറേച്ചർ എത്രയാണോ അത്ര തന്നെ 27 ഡിഗ്രി. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൻ്റെ അത്ര തന്നെയാണ് പ്രൊവൈഡ് ചെയ്യാറ്, 27 ഡിഗ്രി. Question number 23. A fixed point with known elevation is known. ഒരു ഫിക്സഡ് പോയിന്റ് അതിൻ്റെ എലിവേഷൻ നമുക്ക് അറിയാമെങ്കിൽ ആ ഫിക്സഡ് പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബെഞ്ച് മാർക്ക്. ഡാറ്റം പോയിന്റ്, റെഫറൻസ് പോയിന്റ്, ഫസ്റ്റ് സൈറ്റ്, ഇതെല്ലാം നമ്മുടെ ലെവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ടേംസ് തന്നെയാണ്. അതിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എലിവേഷൻ ഓൾറെഡി അറിയാമെങ്കിൽ അതിനെ ബെഞ്ച് മാർക്ക് എന്ന് വിളിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 24. ഫ്രോഗ് മെയ്ഡ് ഇൻ ദ ബ്രിക്ക് ഈസ്. ബ്രിക്കിൽ നമ്മളൊരു ഡിപ്രഷൻ സാധാരണ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതിൻ്റെ ടോപ്പിൽ. അതെന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടു റെഡ്യൂസ് ദ വെയ്റ്റ് ഓഫ് ദ ബ്രിക്ക്, ഓപ്ഷൻ ബി ടു ഫോം എ കീ ഫോർ ഹോൾഡിംഗ് ദ മോട്ടാർ, ഓപ്ഷൻ സി ടു ഇൻഡിക്കേറ്റ് ദ മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ്, ഓപ്ഷൻ ഡി ടു ഇൻഡിക്കേറ്റ് ദ ടോപ്പ് ഓഫ് ദ ബ്രിക്ക്. ഇതിൻ്റെ മേജർ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഫോം എ കീ ടു ഹോൾഡ് ദ മോട്ടാറാണ്. അപ്പം ആ സ്ഥലത്ത് ഇപ്പോൾ എന്തായാലും നമുക്കൊരു ഡിപ്രഷൻ വെക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ പരസ്യം വെക്കാന്നുള്ള രീതിക്കാണ് മാനുഫാക്ചറിങ് അതിൻ്റെ അവരുടെ കമ്പനി എംബ്ലമോ അങ്ങനെ എന്തെങ്കിലും കമ്പനീനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർക്ക് തന്നെ ഈ ഫ്രോഗായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ടോപ്പ് ഓഫ് ദ ബ്രിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഫ്രോഗ് എവിടെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഉദ്ദേശം ഇതല്ല. ഉദ്ദേശം എന്ന് പറയുന്നത് മോർട്ടാറിന് നന്നായി ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഫ്രോഗ് മെയ്ഡ് ടു ഫോം എ കീ ഫോർ ഹോൾഡിംഗ് ദി മോട്ടാർ. ക്വസ്റ്റ്യൻ നമ്പർ 25. ദ ചീഫ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് പെയിൻറ്റ് ഈസ്. പെയിൻറ്റിലെ ചീഫ് ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന്. പെയിൻറ്റിലെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയായിരുന്നു? പെയിൻറ്റിനൊരു ബേസ് ഉണ്ടാവും, പിന്നെ കളറിങ് പിഗ്മെൻറ്റ്സ് ഉണ്ടാവും, വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ ഉണ്ടാവും, സോൾവെൻറ്റ് അല്ലെങ്കിൽ തിന്നർ ഉണ്ടാവും, പിന്നെ ഡ്രയർ ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഇനേർട്ട് ഫില്ലേഴ്സും കൂടി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചീഫ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് പെയിൻറ്റ്, അത് ശരിക്കും ബേസ് ആണ്.
അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ആൽക്കഹോൾ, ഡ്രയർ, പിഗ്മെൻറ്റ്, ഓയിൽ. ഇതിലെ ഇൻഗ്രീഡിയൻസും ഡ്രയറും പിഗ്മെൻറ്റും ഉള്ളൂ. ബാക്കി രണ്ടും ഏതെങ്കിലും എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. ഇനി ഡ്രയർ ആൻഡ് പിഗ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് പിഗ്മെൻ്റ് ആണ്. കളർ വേണം പെയിൻറ്റിന്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പിഗ്മെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. ലിൻസീഡ് ഓയിൽ ഇൻ പെയിൻറ്റ് ഈസ് യൂസ്ഡ് ആസ് എ. ലിൻസീഡ് ഓയിൽ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി കാരിയർ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. കാരിയറിനെ നമ്മൾ വെഹിക്കിൾ എന്നും കൂടി വിളിക്കും. എന്നുവെച്ചാൽ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ കാരിയറാണ്. ഇനി ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് എന്ന് പറഞ്ഞാൽ അത് ബേസ് ഡിറ്റർമിൻസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ പെയിൻറ്റ്. പെയിൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നിശ്ചയിക്കുന്നത് ബേസ് ആണ്. It's the solid materials which provides the body to the surface to be painted. ആ സോളിഡ് മെറ്റീരിയലാണ് ഈ ബേസ് എന്ന് പറയുന്നത്. പിന്നെന്താ തിന്നറിനെ നമ്മൾ എന്തും കൂടി വിളിക്കുന്ന പറഞ്ഞത്? തിന്നറിനെ നമ്മൾ സോൾവെൻ്റ് എന്നും കൂടി വിളിക്കും. തിന്നർ ഓർ സോൾവെൻ്റ്, കാരിയർ ഓർ വെഹിക്കിൾ. ഓക്കെ. പിന്നെ പിഗ്മെൻറ്റ്, കളറിങ് പിഗ്മെൻറ്റ്സ്. ഏത് കളറാണ് വേണ്ടത് അതിനനുസരിച്ച് പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. ദ ബേസ് മെറ്റീരിയൽ ഫോർ ഡിസ്റ്റംബർ ഈസ്. ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നമുക്ക് ലോക്കലായിട്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ പറയുന്നത്. ഡിസ്റ്റംബറിങ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പൗഡേർഡ് ചോക്ക്, ഗ്ലൂ ആൻഡ് കളറിങ് പിഗ്മെൻറ്റ്സ് ദെൻ വാട്ടർ. അപ്പോൾ നമുക്ക് ഏറ്റവും ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സംഗതികൾ യൂസ് ചെയ്യും ഡിസ്റ്റംബറിങ് ചെയ്യാറ്. അത് ഇൻറ്റീരിയർ വർക്ക്സിനാണ് സാധാരണ ചെയ്യാറ്. പുറത്തുള്ള വർക്ക് ഒക്കെ ആകുമ്പം എന്താ പറയുക, എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് അത്ര എന്താ പറയുക ഡ്യൂറബിൾ അല്ല. സോ സർഫസ് നോട്ട് എക്സ്പോസ്ഡ് ടു വെതറിങ് ആയിട്ടുള്ള സർഫസിലാണ് നമ്മൾ ഫോർ ഇൻറ്റീരിയർ വർക്ക്സിനാണ് മാക്സിമം. ഇവിടെയുള്ള ബേസ് മെറ്റീരിയൽ ഫോർ ഡിസ്റ്റംബർ ഈസ് ചോക്ക് അല്ലേ, പൗഡേർഡ് ചോക്ക് ആണ് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ബേസ് മെറ്റീരിയൽ ഈസ് ചോക്ക്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. The fall of question number 28. The fall of moisture from the atmosphere to the earth's surface in any form is called. മോയ്സ്ചർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എനി ഫോമിൽ എർത്ത് ക്രസ്റ്റിലേക്ക് എത്തുന്ന ആ പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത്? ആ പ്രോസസ്സാണ് പ്രസിപ്പിറ്റേഷൻ അല്ലേ. മഴ പെയ്യുന്നത് ലിക്വിഡ് ഫോമിലാണ്. അത് സോളിഡ് ഫോമിലാണെങ്കിൽ അലിപ്പഴം അല്ലേ, ഹെയിൽസ് ആണ്. അല്ലാണ്ട് ചെറിയ മഴയാണെങ്കിൽ ചാറ്റൽ മഴ, ഡ്രിസിലാണ്. അപ്പോൾ പല ഫോംസ് ഉണ്ട്. അതിലൊരു ഫോമാണ് മഴ. ഇതിനെല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ കറക്റ്റ് പ്രസിപ്പിറ്റേഷൻ ആണ്. ഇനി ഇവാപറേഷൻ എന്താണ്? അത് ഓൾറെഡി എർത്തിൻ്റെ മേലെയോ അല്ലെങ്കിൽ ചെടികളുടെ ഇലയിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മേലെയോ ഒക്കെ ആയിട്ട് തങ്ങി നിൽക്കുന്ന വെള്ളം ഈ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്തിട്ട് ബാഷ്പമായിട്ട് അല്ലേ, വാട്ടർ വേപ്പറായിട്ട് ഫോം ചെയ്ത് മേലോട്ടേക്ക് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു പോകും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇവാപറേഷൻ. ട്രാൻസ്പിറേഷൻ എന്താണ്? ഗ്രീൻ ലീവ്സ് അല്ലേ, പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കുമ്പം അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന സംഗതിയാണ് വാട്ടർ പ്ലസ് ഓക്സിജൻ. അപ്പോൾ ഈ വാട്ടർ വേപ്പർ ട്രാൻസ്പിറേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവാപറേഷൻ ട്രാൻസ്പിറേഷനും വലിയ ഏരിയയിലൊക്കെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ET എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ ആണ്. ദ ഫോൾ ഓഫ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ടു ദ എർത്ത് സർഫസ് ഇൻ എനി ഫോം ഇസ് പ്രസിപ്പിറ്റേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 29. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് IRC വാസ് സെറ്റപ്പ് ഇൻ. ഏത് വർഷമാണ് IRC ഫോം ചെയ്തത്? എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ഫോം ചെയ്തത്, IRC ഫോം ചെയ്തത് 1934 ഓക്കെ. 1934 ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ഉണ്ടായി. ഇനി ഇതിലുള്ള ബാക്കി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് 1956 എന്താ? നാഷണൽ ഹൈവേ ആക്ട് വന്നത് 1956. മോട്ടോർ വെഹിക്കിൾ ആക്റ്റും കൂടിയുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രാബല്യത്തിൽ വന്നത് 1939 30s രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് IRC ഫോം ചെയ്ത വർഷം 34 and 39 മോട്ടോർ വെഹിക്കിൾ ആക്ട് വന്ന വർഷം. ജയകർ കമ്മിറ്റി ഫോം ചെയ്തത് എപ്പോഴാണ്? 1927 ജയകർ കമ്മിറ്റി. ആൻഡ് 1939 മോട്ടോർ വെഹിക്കിൾ ആക്ട്.
പിന്നെ നമ്മൾ റോഡൊക്കെ അക്വയർ ചെയ്ത് റോഡ് അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ബിൽഡിങ്സൊക്കെ അല്ലേ പിന്നെ നമ്മുടെ അവർ അക്വയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചതാണ് NHAI ന്യായിന്ന്. ഇതെന്നാ ഫോം ചെയ്തത്? ഇതെന്താ സംഗതി? ഇതെന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്ത് 1988 അപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ കൺസ്ട്രക്ഷനൊക്കെ ഇപ്പോൾ ഇവരുടെ കീഴിലാണ് നടക്കുന്നത്. അപ്പോൾ 88 ഇത് ഫോം ചെയ്തത്. അതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ 88 ന്യായ് ഫോം ചെയ്തു, 39 മോട്ടോർ വെഹിക്കിൾ ആക്ട്, 27 ജായ്കർ കമ്മിറ്റി ആൻഡ് 34 IRC ഫോം ചെയ്തു. ഓക്കെ. 30th ക്വസ്റ്റ്യൻ, ദ സെൻട്രൽ പാർട്ട് ഓഫ് എ ട്രീ ഈസ് കോൾഡ്. ട്രീയുടെ സെൻട്രൽ പാർട്ടിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ട്രീയുടെ സെൻട്രൽ പാർട്ടിനെ നമ്മൾ പിത്ത് ഓർ മെഡുല്ല എന്ന് വിളിക്കും. പിത്ത് അല്ലെങ്കിൽ മെഡുല്ല. ഏറ്റവും സെൻട്രൽ കോർ പോർഷൻ, കാതൽ എന്നൊക്കെ പറയുന്നത് ആ സംഗതിയാണ് പിത്ത് ഓർ മെഡുല്ല. അതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഹാർഡ് വുഡ് ഉള്ളത്. സെക്കൻഡ്, ഇത് ഫസ്റ്റ് ആണെങ്കിൽ ഇത് സെക്കൻഡ്. ഹാർഡ് വുഡിനെ സറൗണ്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? സാപ്പ് വുഡ് ഉണ്ടാവുക. സാപ്പ് വുഡിനെ നമ്മൾ ആൽബർണം എന്നും കൂടി വിളിക്കും. ആൽബർണം എന്നും കൂടി വിളിക്കും. അതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് കാമ്പിയം ലെയർ ഉള്ളത്. കാമ്പിയം ലെയർ. അപ്പോൾ ആദ്യം പിത്ത് ഓർ മെഡുല്ല, പിന്നെ ഹാർഡ് വുഡ്, സാപ്പ് വുഡ്, പിന്നെ കാമ്പിയം ലെയർ, പിന്നെ ഇന്നർ ബാർക്ക്, ഔട്ടർ ബാർക്ക്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ 90 ഡിഗ്രിയിൽ പോകുന്ന ഇതാണ് മെഡുലറി റേസ്. അപ്പോൾ ഏറ്റവും സെൻട്രൽ കോറായിട്ടുള്ളത് പിത്ത് ഓർ മെഡുല്ലയാണ്. ഏറ്റവും ഔട്ടർ പോർഷനിൽ ഔട്ടർ ബാർക്കാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ എ 30 മീറ്റർ മെട്രിക് ചെയിൻ എന്നുള്ളത്. അപ്പോൾ ഒരു ചെയിനിൽ സാധാരണ ഒരു ലിങ്കിൻ്റെ ലെങ്ത്ത് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 30 മീറ്റർ ചെയിൻ ആവുമ്പോൾ 30/20. 30 എന്ന് പറഞ്ഞാൽ 30 മീറ്റേഴ്സ്, ഇത്രയും സെൻറ്റിമീറ്റേഴ്സ്. 20 5 അപ്പോൾ 3 × 5 15. 150 ആണ് ലിങ്ക്. 150 ലിങ്ക്സ് ഉണ്ടാവും 30 മീറ്റർ ചെയിൻ ആണെങ്കിൽ. 20 മീറ്റർ ചെയിൻ ആണെങ്കിൽ അതിൽ 100 ലിങ്ക്സ് ആണ് ഉണ്ടാവുക. ഇത് എഴുതി നോക്കി കണ്ടുപിടിക്കാൻ നിൽക്കരുത്. 30 മീറ്ററിൽ 150, 20 മീറ്റർ മെട്രിക് ചെയിനിൽ 100 ലിങ്ക്സും ആണുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 32. ദി വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്. കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻക്രീസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് വിതൗട്ട് ഓൾട്ടറിങ് ദ ടോട്ടൽ അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി. കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുക. കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തിട്ടല്ല ശരിക്കും വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാറ്. ഡിക്രീസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് വിതൗട്ട് ആൾട്ടറിങ് ദ ടോട്ടൽ അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി. അതെ, കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, പക്ഷേ ടോട്ടൽ അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി ആൾട്ടർ ചെയ്യാൻ വേണ്ടി പാടില്ല. ഡിക്രീസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് വിതൗട്ട് ഓൾട്ടറിങ് ദ ടോട്ടൽ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റ് കൂട്ടുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ എയും സിയും സെയിം തന്നെയാണ് ശരിക്കും. നൺ ഓഫ് ദി അബോവ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്തിട്ട് ഫൈൻ അഗ്രിഗേറ്റ് കുറച്ച് കൂട്ടുക എന്ന് വെച്ചാൽ ടോട്ടൽ അഗ്രിഗേറ്റ് സെയിം തന്നെയാക്കി സൂക്ഷിക്കുക. Question number 33. An isolated load bearing masonry member is known as. ഐസൊലേറ്റഡ് ലോഡ് ബിയറിംഗ് മേസണറി മെമ്പർ ഏതാണ്? പില്ലർ, ബട്രസ്, റാമ്പ്, പോസ്റ്റ്. പില്ലർ ആണ് ഐസൊലേറ്റഡ് ലോഡ് ബിയറിംഗ് മെമ്പർ. Question number 34. The angle of intersection of the two plane mirrors of an optical square is. ഒപ്റ്റിക്കൽ സ്ക്വയറിൻ്റെ രണ്ട് മിറേഴ്സും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രീസ് ആണ്. രണ്ട് ലൈൻ ഓഫ് സൈറ്റും തമ്മിൽ 90 ഡിഗ്രിയും രണ്ട് മിറേഴ്സും തമ്മിൽ ആംഗിൾ വരുന്നത് 45 ഡിഗ്രിയുമാണ്. Question number 35. The very first reading taken is ഇൻവേർട്ട്, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, ബാക്ക് സൈറ്റ്, ഫോർ സൈറ്റ്. ശരിക്കും ബാക്ക് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന നോൺ എലിവേഷനിലേക്ക് എടുക്കുന്ന റീഡിംഗ് ആണ്. അത് ശരിക്കും എപ്പോൾ എടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ സാധാരണ പറയാൻ ഫസ്റ്റ് അത് എടുത്തിട്ട് എന്നിട്ട് അപ്പം നമുക്ക് പിന്നെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണല്ലോ. ഫോർ സൈറ്റ് പക്ഷേ ലാസ്റ്റ് എടുക്കുന്ന റീഡിംഗ് ആയിരിക്കും. അപ്പം ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ആ ചേഞ്ച് പോയിന്റിൽ ആദ്യം എടുക്കുന്ന റീഡിങ് ഫോർ സൈറ്റ് ആയിരിക്കും. പിന്നെ സ്റ്റേഷൻ മാറ്റി വെച്ചിട്ട് ആദ്യം എടുക്കുന്നത്
രണ്ടാമത്തെ സ്റ്റേഷനിൽ ആദ്യം എടുക്കുന്നത് ബാക്ക് സൈറ്റ് ആയിരിക്കും. അപ്പം ആ സ്റ്റേഷനിലേക്ക് ആദ്യം എടുത്ത റീഡിങ് അപ്പോൾ ഏതായിരിക്കും? ആദ്യത്തെ സ്റ്റേഷനിൽ വെച്ചിട്ട് എടുത്ത ഫോർസൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് വെരി ഫസ്റ്റ് റീഡിങ് ടേക്കൺ എന്ന് പറയുന്നത് ബാക്ക് സൈറ്റ് ആണ്. ഇതിന് ബാക്ക് സൈറ്റിൻ്റെ ശരിക്കുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് സൈറ്റ് ടു ദി റീഡിങ് ടേക്കൺ ടു ദി പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദി ടൈപ്പ് ഓഫ് പൈൽ വിച്ച് ഈസ് ഡ്രിവൺ അറ്റ് ആൻ ഇൻക്ലിനേഷൻ ടു റെസിസ്റ്റ് ഇൻക്ലൈൻഡ് ഫോഴ്സ്. ഇൻക്ലൈൻഡ് ഫോഴ്സ് കണ്ട അപ്പം തന്നെ നമുക്ക് ബാറ്റർ പൈലിന് മാർക്ക് ചെയ്യാം. ഇൻക്ലൈൻഡ് ഫോഴ്സ്. ഷീറ്റ് പൈൽ എന്താണ്? ഷീറ്റ് പൈൽ പൈപ്പിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ട് സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഷീറ്റ് പൈൽ. ഫ്രിക്ഷൻ പൈൽ സോയിലിൻ്റെ സ്ക്രീൻ ഫ്രിക്ഷൻ ആക്ഷനൊക്കെ യൂസ്. ആങ്കർ പൈൽ ആങ്കറേജ് യൂസ്. Question number 37. In chain surveying, perpendicular to chain lines are set out by. Chain surveying perpendiculars എങ്ങനെയാണ് സെറ്റ് ഔട്ട് ചെയ്യുന്നത്? യൂസിങ് തിയോഡലൈറ്റ്, പ്രിസ്മാറ്റിക് കോമ്പസ്, ഡംബി ലെവൽ ഓർ ഓപ്റ്റിക്കൽ സ്ക്വയർ. ചെയിൻ സർവേയിങ് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ്. ചെയിൻ സർവേയിങ് ആകുമ്പോൾ ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. ടാക്യോമെട്രി ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ്. ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഡിലീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. In broken grounds for popular areas where chaining is impossible for extremely accurate survey. Extremely accurate അല്ല, ടാക്യോമെട്രി ഒരു അപ്രോക്സിമേറ്റ് ഇതാണ്. Question number 39. The contour lines can cross one another on map only in the case of. Contour lines ക്രോസ് ചെയ്യുന്ന കേസ് ആകെ വരുന്നത് ഓവർ ഹാങ്ങിങ് ക്ലിഫിലാണ്. എന്ന് വെച്ചാൽ ഒരു രണ്ട് ഹിൽ പോലുള്ള സംഗതി ഇങ്ങനെ ഓവർ ഹാങ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ രണ്ടിൻ്റെയും കോണ്ടൂർ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യും. വെർട്ടിക്കൽ ക്ലിഫ് ആണെങ്കിൽ ഇങ്ങനെ മെർജ് ചെയ്താണ് ഉണ്ടാവുക. കോണ്ടൂർ ലൈൻ ഇങ്ങനെ മെർജ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. റിഡ്ജ് ആകുമ്പം വലിയ വാല്യൂസ് അകത്തും പുറത്തേക്ക് പോകുമ്പോൾ ചെറിയ വാല്യൂസുമായിട്ട് വരും. വാലി ആകുമ്പോൾ ചെറിയ വാല്യൂസ് അകത്തും പുറത്തേക്ക് വലിയ വാല്യൂസും. എലിവേഷൻ ആണല്ലോ ഇത്. അപ്പോൾ എലിവേഷൻ കൂടുതൽ വാലീൻ്റെ നടുക്കായിരിക്കും കുറഞ്ഞ എലിവേഷനും ഉണ്ടാവുക. ഇത്രയാണ്. അപ്പം കോണ്ടൂർ ലൈൻസ് ക്യാൻ ക്രോസ് ഓൺലി ഇൻ ദ കേസ് ഓഫ് ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മെർജ് ചെയ്യുന്നു അല്ലെ ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ക്ലിഫാണ്. ക്വസ്റ്റ്യൻ നമ്പർ 40. ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. മിനിമം 3 നമ്പേഴ്സ് എങ്കിലും വേണം. നമ്മൾ 12 നമ്പേഴ്സാണ് സാധാരണ പ്രൊവൈഡ് ചെയ്യുക. 12 നമ്പേഴ്സിനെക്കാട്ടും കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലാൻഡിങ് പ്രൊവൈഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഫ്ലൈറ്റ് പിന്നീട് കൊടുക്കുകയാണ് ചെയ്യാറ്. Question number 41. The inclined braces used in truss to prevent the sagging of the principal rafter is king post, tie beam, queen post, strut. Strut ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. കിങ് പോസ്റ്റ് ഇതിൻ്റെ മേജർ ആയിട്ട് കൊടുക്കുന്ന പോസ്റ്റാണ്. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്ന പോസ്റ്റാണ് ക്യൂൻ പോസ്റ്റ്. ടൈ ബീം ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. സ്ട്രട്ടാണ് ഇൻക്ലൈൻഡ് ബ്രേസസ് യൂസ്ഡ് ഇൻ എ ട്രസ് ടു പ്രിവെൻറ്റ് ദ സാഗിങ് ഓഫ് പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ്. Question number 42. 1 hectare is equal to dash square meters. 1 hectare എന്ന് പറഞ്ഞാൽ 10⁴ meter square ആണ്. അപ്പം 1, 1, 2, 3, 4 square meters. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The lines of earth magnetic field runs from east to west, south to west, north to south, west to east. North to south ആണ് ഇലക്ട്രിസിറ്റിൻ്റെ ഇതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ആണ് റൺ ചെയ്യുന്നത്. Question number 44. Smallest length that can be drawn on a map is. മാപ്പിൽ വരയ്ക്കാൻ പറ്റുന്ന സ്മോളസ്റ്റ് ലെങ്ത്. ഇതും PSC ക്യാൻസൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ക്രോസ് വയേഴ്സ് ഇൻ എ സ്റ്റഡി ഡയഫ്രം. ഇതും PSC ക്യാൻസൽ ചെയ്തു. എന്ന് വെച്ചാൽ മിനിമം വേണ്ട 3 വരെ 3ഉം 4ഉം നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 1ഉം 2ഉം ഉള്ളതും ഉണ്ട്. അപ്പം നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ക്രോസ് വയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും 3ആണ്. 1, 2, 3 നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇൻ ഓർഡർ, പക്ഷേ ഇത് PSC ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ 1ഉം 2ഉം എഴുതിയാലൊന്നും കുഴപ്പമില്ല. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടും വരാറുണ്ട്. അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. Question number 46. In order to determine the natural features such as valley, river, lake, etc., the surveying preferred is. സർവേയിങ് പ്രിഫർ ചെയ്യുന്നത് ടോപ്പോഗ്രാഫിക്കൽ സർവേ ആണ്. നാച്ചുറൽ ഫീച്ചേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ടോപ്പോഗ്രാഫിക്കൽ സർവേ. കഡസ്ട്രൽ സർവേയിങ് എന്താണ്? റവന്യൂ സർവേ എന്നും വിളിക്കാറുണ്ട്. ബൗണ്ടറി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവേ ആണ് കഡസ്ട്രൽ സർവേ. ലൊക്കേഷൻ സർവേ നമ്മുടെ റെക്കഗ്നൈസേഷൻ സർവേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സർവേ തന്നെയാണ് ലൊക്കേഷൻ സർവേ എന്ന് വിളിക്കുന്നത്.
പിന്നെ സിറ്റി സർവേ, സിറ്റിയിൽ ചെയ്യുന്ന സർവേനെയാണ് സിറ്റി സർവേ എന്ന് വിളിക്കുന്നത്. Question number 47. When 1 centimeter on map represent 10 meters on ground, representative fraction എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഓൺ സ്കെയിൽ ഓൺ മാപ്പ് ഡിവൈഡഡ് ബൈ സ്കെയിൽ ഓൺ ഗ്രൗണ്ട്. അപ്പോൾ എത്ര 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 1000 ആണ്, 10 ഇൻറ്റു 100 ആണ്. അപ്പം ഇൻറ്റു 100 അപ്പോൾ 1000 വന്നു, 1/1000. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 48. At the magnetic poles the amount of dip is. മാഗ്നറ്റിക് പോളിലെ ഡിപ്പ് 90 ആണ്, ഇക്വേറ്ററിലെ ഡിപ്പ് 0 ഡിഗ്രി ആണ്. ഓക്കെ, പോളിലാണ് 90, ഇക്വേറ്ററിലാണ് 0 എന്ന് ഓർമ്മ വേണം. Question number 49. The distance travelled by a train of length 80 meter to cross a bridge of 120 meter is. ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിന് 120 മീറ്റർ നീളമുണ്ട്, അതിൻ്റെ സൈഡിലൊരു ട്രെയിൻ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ട്രെയിൻ മൊത്തമായിട്ട് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ എന്താവണം, ട്രെയിനിൻ്റെ ഫ്രണ്ട് ഇവിടുന്ന് ഇവിടം വരെ എത്തണം, എന്നിട്ട് പിന്നെ ട്രെയിനിൻ്റെ ബാക്ക് വരെ എത്തണം, എന്ന് വെച്ചാൽ ട്രെയിൻ പാസ് ചെയ്ത് പോകണം. അപ്പോൾ എന്താ 120 + 80 അത്രയാകുമ്പോഴാണ് ടോട്ടലായിട്ട് ട്രെയിൻ ഈ ബ്രിഡ്ജിലേ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ബ്രിഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബ്രിഡ്ജിൽ നിന്ന് പോയി കഴിയുന്ന അവസ്ഥ വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, 200 മീറ്റേഴ്സ് ട്രാവൽ ചെയ്യും, എന്ന് വെച്ചാൽ 120 + 80. Question number 50. Average length of a പേസ് ഈസ്. ആവറേജ് പേസ് ലെങ്ത്ത് 80 സെൻറ്റിമീറ്റർ ആണ്, ഓർമ്മ വേണം. നമ്മൾ ഒരു ആവറേജ് ഒരാൾ നടക്കുമ്പം ഒരടി വെക്കുമ്പോൾ അയാൾ 80 സെൻറ്റിമീറ്റേഴ്സ് ആണ് കവർ ചെയ്യുക. ആവറേജ് പേസ് ലെങ്ത് ഈസ് 80 സെൻറ്റിമീറ്റർ. Question number 51. ഏരിയ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡാഷ് യൂണിറ്റ്സ്. ഏരിയ എക്സ്പ്രസ് ചെയ്യുന്നത് സ്ക്വയർ യൂണിറ്റ്സിലാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ഫൗണ്ടേഷൻ ഇൻ ദ ഫോം ഓഫ് തിക്ക് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് കവറിംഗ് the entire area of bottom of the structure is known as. ഫൗണ്ടേഷൻ, അങ്ങനെയുള്ള ഫൗണ്ടേഷൻ എന്താ നമ്മൾ വിളിക്കുക, മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കും. കമ്പൈൻഡ് ഫൗണ്ടേഷൻ എന്താണ്, 2-3 ഫൗണ്ടേഷൻ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വെൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഷാളോ ഫൗണ്ടേഷൻ, പക്ഷെ വളരെ കേസൻസ് ഒക്കെ കൊടുത്ത് ഷാളോ ഫൗണ്ടേഷനാണ്, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വലിയ ലോഡ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വെൽ ഫൗണ്ടേഷനാണ് പ്രൊവൈഡ് ചെയ്യുക. പൈൽ ഫൗണ്ടേഷൻ ഡീപ്പ് ഫൗണ്ടേഷൻ്റെ എക്സാമ്പിളാണ്. Question number 53. വോളിയം ഓഫ് ബക്കറ്റ് ഈസ് ഗിവൺ ബൈ. അപ്പം ഒരു കോൺ എടുക്കാം, കോൺ പോലെയാണുള്ള ഇതുള്ളത്. അപ്പം ഇതിന് കോണിൻ്റെ ഏരിയ എന്താണ്, 1/3 πr²h. അപ്പോൾ ബക്കറ്റ് ആകുമ്പോൾ ഈ കോൺ ഉണ്ടാവില്ല, ഇത്രയും പോർഷനാണ് ബക്കറ്റായിട്ട് വരിക. അപ്പോൾ വലിയ കോണിൽ നിന്ന് ചെറിയ കോൺ കുറച്ചാൽ മതി അല്ലേ, ഈ വലിയ കോണിൽ നിന്ന് ചെറിയ കോൺ കുറയ്ക്കുകയാണ്. അപ്പം എന്താ 1/3 π, ഉള്ളിൽ എന്തൊക്കെയാണ് വരിക, വലിയ റേഡിയസ്, ഇവിടെ ചെറിയ റേഡിയസ്, r² h മൈനസ് r² h ആണ് ഇക്വേഷൻ. ഇത് ഓപ്ഷനിലില്ല, ഇവിടെ ഒന്നും ശരിയല്ല, h ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം നൺ ഓഫ് ദീസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 54. ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ഈസ്. ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം, √3/2a². അതെവിടെ വരുന്നത്, √3/4 a². അപ്പം കറക്റ്റ് ഓപ്ഷൻ എ. ദ തിയോഡലൈറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വെരി ആക്യുറേറ്റ്ലി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് ഓൺലി, ലീനിയർ മെഷർമെൻറ്റ്സ് ഹൊറിസോണ്ടൽ ആംഗിൾസ് ഓൺലി. ഏതാണ്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. The deflection angle may have any value between. ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ വാല്യൂസ് ഇതുവരെ പോവാം. ഡിഫ്ലക്ഷൻ ആംഗിൾ വേരി ചെയ്യുന്നത് 0 to 180 ഡിഗ്രി വരെയാണ്. Question number 57. A line normal to the plumb line at all points is known as. പ്ലംബ് ലൈനിന് നോർമൽ ആയിട്ടുള്ള ലൈന്, എപ്പോഴും നോർമൽ ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് ലെവൽ ലൈൻ മാത്രമായിരിക്കും. ഹൊറിസോണ്ടൽ ലൈന് ഒരു പോയിന്റിൽ മാത്രമായിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എർത്തിന് ഓൾറെഡി ഒരു കർവേച്ചർ ഉണ്ട്, അപ്പോൾ എർത്തിൻ്റെ മേലെ നമ്മളൊരു ഹൊറിസോണ്ടൽ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ അല്ലേ ഹൊറിസോണ്ടലായിട്ട്, ശരിക്കും എർത്തിൻ്റെ കർവേച്ചറിന് ലെവലായിട്ടാണോ നിൽക്കുന്നതല്ല, ഒരു പോയിന്റിൽ മാത്രമാണ് അത് പ്ലംബ് ലൈനിന് നോർമലായിട്ടുള്ളത്. ബാക്കി എല്ലാ പോയിന്റിലും വേറെയാണ് ഡിക്ലിനേഷൻ ഉണ്ടാവുക. അപ്പം നമ്മളെ ലേക്കിലൊക്കെ വാട്ടർ എങ്ങനെയായിരിക്കും, ഈ കർവേച്ചറിന് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ലെവൽ ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പം അതിൻ്റെ ടാൻജൻറ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സർഫസ് ആണ് ഹൊറിസോണ്ടൽ സർഫസ്. അതിലൂടെയുള്ള ലൈനാണ് ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് വരുന്നത്. Question number 58. The best wood for സ്ലീപ്പറിന് നമ്മൾ മിക്കവാറും ഈ സാല്, ഡിയോഡാർ, ടീക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബെസ്റ്റ് വുഡ് എപ്പോഴും ടീക്കാണ് സ്ലീപ്പറിന് യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന വുഡ്.
Question number 59. An imaginary line lying through the surface of the ground and preserving a constant inclination to the horizontal is known as contour gradient ആണ്. Contour interval എന്ന് പറഞ്ഞാൽ എന്താണ്? Contour interval എന്ന് പറഞ്ഞാൽ vertical distance between the consecutive contours ആണ്. Contour gradient ആണ് contour interval by horizontal equivalent. Horizontal equivalent എന്ന് പറഞ്ഞാൽ horizontal distance. അപ്പോൾ vertical distance by horizontal distance ആണ് gradient. അപ്പം അതാണ് പിന്നെ ഇമാജിനറി ആയിട്ടുള്ള എന്ത് കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ, ദാറ്റ് ഈസ് കോണ്ടൂർ ഗ്രേഡിയൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കാൽസിനേഷൻ ഓഫ്. ഏതിൻ്റെ കാൽസിനേഷൻ എന്നാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കുന്നത്? ജിപ്സത്തിൻ്റെ. നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ എല്ലൊക്കെ പൊട്ടിയാൽ തേക്കുന്ന ആ വെള്ള സാധനം, അതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതുണ്ടാക്കുന്നത് അത് കാൽസിനേഷൻ ഓഫ് ജിപ്സം എന്നാണ് നമുക്ക് കിട്ടുന്നത്. Question number 61. A pattern of dots that appear on AutoCAD screen of computer but that does not print is called. അപ്പോൾ ഇങ്ങനെ ഗ്രിഡ് ആയിട്ടല്ലേ, ഇങ്ങനെ കുറേ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസിൻ്റെ കുത്ത് ഇത് നമ്മൾ കാണാറുണ്ട്. പ്രിന്റ് ചെയ്യുമ്പോൾ അത് വരുന്നില്ല, നമുക്ക് വരയ്ക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് അതുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രിഡ്. ഓപ്ഷൻ സി. Next question, a pipe used to carry discharge from sanitary fittings like bathroom, kitchen, etc. is called. ബാത്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് കളയുന്ന പൈപ്പിനെ വിളിക്കുന്ന പേരാണ് വേസ്റ്റ് പൈപ്പ്. സോയിൽ പൈപ്പ് എന്താണ്? വേസ്റ്റ് പൈപ്പ് ബാത്റൂം ആൻഡ് കിച്ചൺ എന്നുള്ളതാണ്. സോയിൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പ്സാണ് സോയിൽ പൈപ്പ് വരുന്നത്. പിന്നെ വെൻറ്റ് പൈപ്പ്, അത് വെന്റിലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വെൻറ്റ് പൈപ്പ്. പിന്നെ ആൻറ്റി സൈഫണേജ് പൈപ്പ്. ആൻറ്റി സൈഫണേജ് പൈപ്പ് യൂസ് ചെയ്യുന്നത് വാട്ടർ സീൽ ഓഫ് ട്രാപ്സിന് വേണ്ടിയിട്ട്, വാട്ടർ പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഒരു വാട്ടർ സീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി സൈഫണേജ് പൈപ്പ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 63. The part of circle bounded by an arc and its chord is known as. ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ട് ബൗണ്ടഡ് ബൈ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് കോഡ്. ഈ സെക്ഷനെ വിളിക്കുന്നത് സെഗ്മെൻറ്റ് എന്നാണ്. സെഗ്മെൻറ്റ്. കോഡും ആർക്കും ആണെങ്കിൽ സെഗ്മെൻറ്റും, കോഡും റേഡിയസും ആണെങ്കിൽ അതിനെ സെക്ടർ എന്നും വിളിക്കും. ഈ പോർഷനാണ് സെക്ടർ. അപ്പോൾ ഇവിടെ കോഡ് എന്ന് വന്നതുകൊണ്ടാണ് ഇത് സെഗ്മെൻ്റ് ആയത്. ഇത് റേഡിയസ് ആയിരുന്നെങ്കിൽ അത് സെക്ടർ ആയിരുന്നേനെ. ക്വസ്റ്റ്യൻ നമ്പർ 64. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എ കപ്പിൾ ക്ലോസ് റൂഫ് ഈസ് യൂസ്ഡ് ഫോർ സ്പാൻ അപ് ടു. കപ്പിൾ ക്ലോസ് റൂഫിൻ്റെ സ്പാൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സ്പാൻ അപ് ടു 4.2 meters ആണ്. 4.2 meters വരെയാണ് കപ്പിൾ ക്ലോസ് റൂഫ് പ്രൊവൈഡ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ 5 meters ആണെങ്കിൽ നമ്മൾ ട്രസ്സസ് പ്രൊവൈഡ് ചെയ്യും. ക്യൂൻ പോസ്റ്റ് ട്രസ് ഉണ്ട്, ബെൽഫാസ്റ്റ് ട്രസ് ഉണ്ട്, കോമ്പോസിറ്റ് ട്രസ് ഉണ്ട്, സ്റ്റീൽ ട്രസ് ഉണ്ട്, മൺസാർട്ട് ട്രസ് ഉണ്ട്. ഇതൊക്കെ ഓരോരോ പെർട്ടിക്കുലർ സ്പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ക്യൂൻ പോസ്റ്റ് ആകുമ്പോൾ നമ്മൾ ആദ്യം കിങ് പോസ്റ്റ് പറയാം. കിങ് പോസ്റ്റ് യൂസ് ചെയ്യുന്നത് 5 to 8 metersലാണ്. ക്വീൻ പോസ്റ്റ് ആകുമ്പോൾ യൂസ് ചെയ്യുന്നത് 8 to 13 ബെൽഫാസ്റ്റ് അതുപോലെ തന്നെ അപ് ടു 13 ആണ് യൂസ് ചെയ്യുന്നത്. ഇനി മൺസാർഡ് ആകുമ്പം കിങ് ക്യൂനും കഴിഞ്ഞ് മൺസാർഡ് ആകുമ്പോൾ 13 to 18 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എബോവ് 13 meter അല്ല വലിയ സ്പാൻ ഉണ്ടെങ്കിൽ സ്റ്റീൽ ട്രസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പം ആദ്യം കിങ് പോസ്റ്റ് 5 to 8, പിന്നെ ക്യൂൻ പോസ്റ്റ് 8 to 13, പിന്നെ മൺസാർട്ട് ട്രസ് 13 to 18 meter സ്പാൻ. അതിലും കൂടുതൽ വരുമ്പോൾ സ്റ്റീൽ ട്രസ് യൂസ് ചെയ്യും. Next question, question number 65. The process of hardening the concrete mixes by keeping its surface moist for a certain period is called. കുറച്ച് കാലം വെള്ളമൊക്കെ നനച്ചിട്ടിട്ട് ഈ കോൺക്രീറ്റിനെ ഹാർഡൻ ചെയ്തെടുക്കുന്ന ഇതിന് എന്താണ് പറയുന്നത്? ക്യൂറിംഗ് എന്നാണ് പറയുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു സിവിൽ എഞ്ചിനീയർ ഒന്നും വേണമെന്നില്ലാതെ ആൻസർ ചെയ്യാൻ. ക്വസ്റ്റ്യൻ നമ്പർ 66. ബ്ലാക്ക് മാർബിൾ ഇസ് ജനറലി ഫൗണ്ട് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ്. ബ്ലാക്ക് മാർബിൾ കാണുന്നത് ജയ്പൂരിലാണ്. നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ബ്ലാക്ക് മാർബിൾ കാണുന്നത് ജയ്പൂരിലാണ്. Question number 67. Lime commonly used under dam situation is. ഏത് ലൈമാണ് ഡാം സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നത്? 3 major types ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഫാറ്റ് ലൈം, ഹൈഡ്രോളിക് ലൈം, ലീൻ ലൈം, ഹൈഡ്രേറ്റഡ് ലൈം. ഫാറ്റ് ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യൂസ് ചെയ്യുന്നത്
അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യില്ല ഈ ഫാറ്റ് ലൈം. ഫാറ്റ് ലൈം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ലൈമിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്, ഇമ്പ്യൂരിറ്റീസ് കുറവാണ്, 5% ഇമ്പ്യൂരിറ്റീസേ കാണുള്ളൂ. പ്യുവർ ലൈം, റിച്ച് ലൈം എന്നൊക്കെ നമ്മൾ ഫാറ്റ് ലൈമിനെ വിളിക്കാറുണ്ട്. വെരി ലോ ക്ലേ കണ്ടൻ്റാണ്, അതുകൊണ്ട് തന്നെ നല്ല എയർ ബൈൻഡിങ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. അപ്പോൾ ഡാം സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് ലൈമാണ്. ഇതിനെ വാട്ടർ ലൈം എന്നും വിളിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അണ്ടർ വാട്ടറിൽ ഇത് സെറ്റ് ചെയ്യും. അപ്പോൾ ഡാം കണ്ടീഷൻ ആകുമ്പം സെറ്റ് ചെയ്യുന്നത് ഹൈഡ്രോളിക് ലൈമാണ്. ഫാറ്റ് ലൈം എയർ ബൈൻഡിങ് കപ്പാസിറ്റി ഉള്ളതാണ്. മോയ്സ്ചർ ഇത് വേണ്ടത് ഹൈഡ്രോളിക് ലൈമിനാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലീൻ ലൈം എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് വളരെ അധികമാണ്. അപ്പോൾ പുവർ ലൈം അല്ലെങ്കിൽ ഇംപ്യൂർ ലൈം എന്നൊക്കെ വിളിക്കും. ഇമ്പ്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ പർപ്പസിന് നമ്മൾ ലീൻ ലൈം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ ലൈം കോമൺലി യൂസ്ഡ് അണ്ടർ ഡാം സിറ്റുവേഷൻ ഈസ് ഹൈഡ്രോളിക് ലൈം അല്ലെങ്കിൽ വാട്ടർ ലൈം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 68. ദ സ്ലോപ്പ് ഓഫ് ദ റോഡ് പേയ്മെൻറ്റ് ഇൻ ദ ലോങ്റ്റിറ്റ്യൂഡൽ ഡയറക്ഷൻ. ലോങ്റ്റിറ്റ്യൂഡൽ ഡയറക്ഷനിലുള്ള റോഡിൻ്റെ സ്ലോപ്പിനെ നമ്മൾ ഗ്രേഡിയൻ്റ് എന്നാണ് വിളിക്കുക. ക്രോസ് സ്ലോപ്പ് ആണെങ്കിൽ, ക്രോസ് സെക്ഷനിലുള്ള സ്ലോപ്പ് ആണെങ്കിൽ അതിനെ ക്യാംഫർ എന്ന് വിളിക്കും. സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വളവിലെല്ലാം നമ്മൾ ഇന്നർ പോർഷൻ താത്തിട്ടും ഔട്ടർ പോർഷൻ തമ്മിലുള്ള ഒരു സ്ലോപ്പ് ഉണ്ട്, അതിനെയാണ് സൂപ്പർ എലിവേഷൻ എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 69. ദ സർഫസ് ഏരിയ ഓഫ് A0 സൈസ് ഡ്രോയിങ് ഷീറ്റ് ഈസ്. A0 സൈസ് ഡ്രോയിങ് ഷീറ്റിൻ്റെ സർഫസ് ഏരിയ 1 സ്ക്വയർ മീറ്റർ ആണ്. അത് A1 ആകുമ്പോൾ അതിൻ്റെ പകുതി, അപ്പം ഹാഫ് സ്ക്വയർ മീറ്റർ. A2 ആകുമ്പോൾ അതിൻ്റെ പകുതി 0.25 സ്ക്വയർ മീറ്റർ. A3 ആകുമ്പോൾ അതിൻ്റെ പകുതി, അങ്ങനെയാണ് പോകുന്നത്. A0ൻ്റെ സൈസ് വരുന്നത്, സൈസ് ഓഫ് A0 is 1189 and 841 mm ആണ്. A4ൻ്റെ പഠിച്ചു വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും ചെറിയ സൈഡ് ഡബിൾ ആക്കിയാൽ മതി. ശരിക്കും 210 × 297 ആണ് A4ൻ്റെ. അപ്പോൾ A3ൻ്റെ ആകുമ്പോഴോ ഇതിൻ്റെ ഡബിൾ ആക്കുക. A4ൻ്റെ ആകുമ്പോഴോ ഇത് ഡബിൾ ആയിരിക്കും, ഇൻറ്റു ഇത് 2. A2 ആകുമ്പോൾ ഇതിൻ്റെ ഇൻറ്റു 2. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, ഒന്നില്ലെങ്കിൽ A0ൻ്റെ പഠിക്കാം അല്ലെങ്കിൽ A4ൻ്റെ പഠിക്കാം. Okay, question number 70. The most important tool used for brick masonry is brick hammer, trowel, spirit level, line and pin. നമ്മൾ ട്രവൽ യൂസ് ചെയ്യാണ്ട് ഒരാളും പണിയെടുക്കുന്ന കണ്ടിട്ടുണ്ടാവില്ല. ട്രവലാണ് ഇവിടെ ആൻസർ വരുന്നത്. സിമൻറ്റ് കത്തി, തേപ്പ് പെട്ടി, അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കും ട്രവൽ. Question number 71. The horizon glass in an optical square is half silvered and half unsilvered, wholly unsilvered, 1/4 silvered and 3/4 unsilvered, wholly silvered. ഈ ഹൊറൈസൺ ഗ്ലാസ് എച്ച് ഉണ്ട്, അപ്പോൾ ഹാഫ് സിൽവേർഡ് ഹാഫ് അൺസിൽവേർഡ്, എച്ച്. ഇൻഡെക്സ് മിറർ ആണെങ്കിൽ ഫുള്ളി സിൽവേർഡും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിഫക്റ്റ് കോസ്റ്റ് ഡ്യൂറിങ് സീസണിങ് ഓഫ് ടിമ്പർ ഈസ് കോൾഡ് നോട്ട്, റിൻഡ്ഗാൾ, ഫോക്സിനസ് ആൻഡ് ഹണി കോമ്പിങ്. നോട്ട് ഉണ്ടാവുന്നത് ശരിക്കും ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് ആണ്, ഡിഫക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസിൽ വരുന്നതാണ്. റിൻഡുകളും ഡിഫക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് ആണ്. പിന്നെ വരുന്നത് ഫോക്സിനസ് എന്താണ്, റെഡ് അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ കളറിൽ ഒരു ഓവർ മെച്യൂരിറ്റി അല്ലെങ്കിൽ ബാഡ് വെന്റിലേഷൻ കൊണ്ട് ഈ റെഡ് കളർ ഉണ്ടാവുന്നത്, അത് പിത്തിൻ്റെ ഡീക്കേനെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഫോക്സിനസ്, റെഡ് കളർ. ഡ്രക്സിനസ് വൈറ്റ് കളറാണ്, ഫോക്സിനസ് റെഡ് കളറാണ്. റിൻഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്വെല്ലിങ് ഉണ്ടാവുന്നത്, ഇങ്ങനെ മരത്തിൻ്റെ മേലെ ഇങ്ങനെ സ്വെല്ലിങ് ആയിട്ടുള്ള മരങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത്തരത്തിലുള്ളതാണ് റിൻഡുകൾ എന്ന് വിളിക്കുന്നത്. പിന്നെ നോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മരം മുറിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു നമ്മളിപ്പോൾ ചില മരത്തിനൊക്കെ മേശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒരു നോട്ട് കാണാം, വേറൊരു ഒരു ഡിസൈൻ, അതാണ് നോട്ട്. അതൊക്കെ നാച്ചുറൽ ഫോഴ്സിൻ്റെ ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റാണ്. ഹണി കോമ്പിങ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഹണി കോമ്പിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ക്രാക്ക് ഡെവലപ്ഡ് ഡ്യൂ ടു ദിസ് സീസണിങ് ആൻഡ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അത് ട്രാവൽ ചെയ്യുന്ന ആനുലാർ റിങ്ങിൻ്റെ ഡയറക്ഷനിലേക്കും അത് എക്സ്പാൻഡ് ചെയ്യുന്ന, ആനുലാർ റിങ്ങിൻ്റെ ഇതിലും ഇങ്ങനെയും അത് പ്രൊപ്പഗേറ്റ് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്ത് പോകും ആ ക്രാക്ക്. അതിനാണ് ഹണി കോമ്പിങ് എന്ന് വിളിക്കുന്നത്. എല്ലാ ഡിഫക്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്.
Question number 73. An assembled product of veneers and adhesive is called. Assembled product veneer ഇങ്ങനെ adhesive വെച്ചിട്ട് ഇതാക്കുന്നത് എന്താ വിളിക്കുക? പ്ലൈവുഡ് എന്നാണ് വിളിക്കുക. പ്ലൈവുഡ് ആണ് ഇവിടുത്തെ ആൻസർ. അസംബിൾഡ് പ്രൊഡക്റ്റ്. നമ്മൾ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോർഡ് ശരിക്കും വിഡ്ത്ത് തിക്നെസ്സും വെച്ചിട്ട് ആ ഒരു പിന്നെ ടിമ്പർ പീസിനെ വിളിക്കുന്ന പേരാണ് ബോർഡ് എന്നുള്ളത്. പ്ലാങ്കും അതുപോലെ തന്നെ തിക്നെസ് കുറവുള്ള എന്നാൽ വിഡ്ത്ത് കൂടിയ വുഡൻ ടിമ്പർ പീസിനെ വിളിക്കുന്ന പേരാണ് ബാറ്റണും. അങ്ങനെ തന്നെ ഒരു സ്പെഷ്യൽ ടിമ്പർ പീസിനെ വിളിക്കുന്ന പേരാണ് ബാറ്റൺ. ക്രോസ് സെക്ഷൻ ലെസ് ദാൻ 50. എല്ലാം ലെസ് ദാൻ 50, തിക്നെസ്സും ക്രോസ് സെക്ഷനും വിഡ്ത്തും ഒക്കെ. പ്ലാങ്കിന് ഈ വിഡ്ത്ത് മാത്രം ഗ്രേറ്റർ ദാൻ 50, അപ്പോൾ പ്ലാങ്കായി. ബോർഡ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 150. എല്ലാം 50ൽ കുറവാണെങ്കിൽ ബാറ്റൺ എന്ന് വിളിക്കും. വിഡ്ത്ത് മാത്രം 50ൽ കൂടുമ്പോൾ അത് പ്ലാങ്ക് ആവും. വിഡ്ത്ത് 150ലും കൂടുമ്പോൾ അത് ബോർഡാവും. കുറേ ഒരു അസംബ്ലേജിന് വിളിക്കുന്ന പേര് പ്ലൈവുഡ് എന്ന് തന്നെയാണ്. പ്ലൈവുഡ്, വെനിയർ, ഫൈബർ ബോർഡ്, ഇംബ്രക് ടിമ്പർ എന്നൊക്കെ വിളിക്കുന്ന ഒരു കാറ്റഗറി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 74. ഇൻ സൂപ്പർ പാസേജ് FSL ഓഫ് ദ കനാൽ ഈസ്. സൂപ്പർ പാസേജ്. അപ്പോൾ അക്വഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രെയിൻ താഴെ, നമ്മളെ പുഴ താഴെ കൂടെ ഒഴുകുന്നു, പിന്നെ ഇത് കനാല് മേലെ കൂടെ പോകുന്നു, അതാണ് അക്വഡക്റ്റ്. ഇപ്പോൾ സൈഫൺ അക്വഡക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫുൾ സപ്ലൈ ലെവൽ ഇതിൻ്റെ ബോട്ടം ലെവലും തമ്മിൽ കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡ്രെയിൻ ഒന്ന് താത്തി കൊടുക്കണം, ഇതിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ വന്നിട്ട് ഈ കനാലിൻ്റെ താഴെ അടിക്കാണ്ടിരിക്കാൻ. അപ്പം അതിനെയാണ് സൈഫൺ അക്വഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു സൈഫൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സൂപ്പർ പാസേജ് എന്താണ്? സൂപ്പർ പാസേജ് എന്ന് വെച്ചാൽ ഡ്രെയിൻ ആണ് മേലെ കൂടെ പാസ് ചെയ്യുന്നത്. അതായത് പുഴ മേലെ കൂടെ, നാച്ചുറൽ ഡ്രെയിൻ മേലെ കൂടിയും നമ്മളുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കനാല് താഴെ കൂടിയും പോകുന്നതിനാണ് സൂപ്പർ പാസേജ് എന്ന് വിളിക്കുക. അവിടെ ഫുൾ സപ്ലൈ ഓഫ് കനാലിൻ്റെ ഫുൾ സപ്ലൈ ഡ്രെയിനിൻ്റെ ബെഡ് ലെവലിൻ്റെ താഴെയായിരിക്കും. അപ്പോൾ ലോവർ ദാൻ ദി അണ്ടർ സൈഡ് ഓഫ് ദി ട്രഫ് ക്യാരിയിങ് ഡ്രെയിനേജ് വാട്ടർ, അതാണ് കറക്റ്റ്. എബോവ് ദ ബെഡ് ലെവൽ ഓഫ് ദ ഡ്രെയിനേജ് ട്രഫ്, ബെഡ് ലെവലിൻ്റെ എബോവ് അല്ല, അങ്ങനെയാണെങ്കിൽ അത് സൈഫൺ എന്നാണ് വിളിക്കുക. ഇൻ ലെവൽ വിത്ത് ഡ്രെയിനേജ് ട്രഫ്, സെയിം ലെവലിലും ആയിരിക്കില്ല, ഇത് തമ്മിൽ ഒരു ക്ലിയർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ സൂപ്പർ പാസേജ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ നമ്മൾ വെറും സൈഫൺ എന്ന് വിളിക്കും. ഇവിടെ ഒരു സൈഫൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും കനാലിന്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് 74ൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 75 ക്വസ്റ്റ്യൻ. ഇൻ സ്റ്റീപ്പ് ആൻഡ് ബ്രോക്കൺ ഗ്രൗണ്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് ഈസ്. സ്റ്റീപ്പ് ആൻഡ് ബ്രോക്കൺ ഗ്രൗണ്ടിൽ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ട്രാക്യോമീറ്റർ ആണ്. ബ്രോക്കൺ ഗ്രൗണ്ട് ആകുമ്പോൾ ട്രാക്യോമീറ്റർ ആണ് സ്യൂട്ടബിൾ കോണ്ടൂറിങ് മെത്തേഡ്. 76. ഡാഷ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്ലോട്ടിംഗ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഇൻആക്സസിബിൾ ഒബ്ജക്ട്സ്. ഇൻആക്സസിബിൾ എന്ന് വന്നു കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ വരും. ഇൻആക്സസിബിൾ ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി റേഡിയേഷൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? എല്ലാ പോയിൻറ്റ്സും നമുക്ക് ഒരു സ്റ്റേഷനിൽ തന്നെ വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പം റേഡിയേഷൻ, ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് റേഡിയേഷൻ. ഇനി റിസെക്ഷൻ മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അത് നമുക്ക് ഓൾറെഡി നമ്മൾ ഇവിടെ സർവേ ഒക്കെ കഴിഞ്ഞു പോയി, പിന്നെ നമുക്ക് ഇനിയും വരുന്ന ഒരു അഡീഷണൽ ഡീറ്റെയിൽസ് ഒക്കെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെയാണോ സ്റ്റേഷൻ മാർക്ക് ചെയ്ത് പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ പ്ലെയിൻ ടേബിളിൻ്റെ സ്റ്റേഷൻ കണ്ടുപിടിക്കണം. ആ സെയിം സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റിസെക്ഷൻ. റിസെക്ഷൻ നമ്മൾ ശരിക്കും 2 മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്, 2 പോയിൻ്റ് പ്രോബ്ലം, 3 പോയിൻ്റ് പ്രോബ്ലം. ഈ റിസെക്ഷനിൽ 2 പോയിൻ്റ് പ്രോബ്ലത്തിൽ 2 നോൺ പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് 2 പോയിൻ്റ് പ്രോബ്ലം ആണ്. 3 നോൺ പോയിൻറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് 3 പോയിൻ്റ് പ്രോബ്ലം ആണ്. 3 പോയിൻ്റ് പ്രോബ്ലത്തിൽ തന്നെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉണ്ട്, പിന്നെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, അതിൽ അനലിറ്റിക്കൽ മെത്തേഡ് ഉണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. ഇതിൽ ട്രയൽ ആൻഡ് എററിൽ വരുന്ന ഒരു മെത്തേഡാണ് ലെഹ്മാൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡിൽ വരുന്നതാണ് ബെസൽസ് സൊല്യൂഷൻ. ഇത് അനലിറ്റിക്കൽ മെത്തേഡ് നമ്മൾ പേപ്പർ മെത്തേഡ് അല്ലെങ്കിൽ മെക്കാനിക്കൽ മെത്തേഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത്രയാണ് പ്ലെയിൻ ടേബിളിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്: റേഡിയേഷൻ, ഇൻ്റർസെക്ഷൻ, റിസെക്ഷൻ. റേഡിയേഷൻ ഏറ്റവും സിമ്പിൾ, ഒരു സ്റ്റേഷനിൽ തന്നെ എല്ലാ പോയിൻറ്റ്സും നമുക്ക് കാണുമെങ്കിൽ. ഇൻ്റർസെക്ഷൻ ഇന്നാക്സസിബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. റിസെക്ഷൻ ആണെങ്കിൽ ഓൾറെഡി ചെയ്ത് തീർന്ന സാധനത്തിന് പിന്നെയും നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ 2 പോയിൻ്റ് പ്രോബ്ലം, 3 പോയിൻ്റ് പ്രോബ്ലം എല്ലാം യൂസ് ചെയ്ത് ചെയ്യുന്നത്.
Question number 77. The stone used for roofing is. റൂഫിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റോൺ ഏതാണ്? നമ്മൾ ഓട് എന്താണ് ശരിക്കും? ടൈൽ അല്ല, സ്ലേറ്റ് ആണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ലേറ്റ് ആണ്. Question number 78. The under surface of a stair is. സ്റ്റെയറിൻ്റെ അണ്ടർ സർഫസിനെ നമ്മൾ എന്താണ് വിളിക്കുക? സ്പോർഷ്യ, സ്പ്രിംഗ്, ഫ്ലൈറ്റ്, സോഫിറ്റ്. സോഫിറ്റ് എന്നാണ് അണ്ടർ സർഫസ് ഓഫ് ദി സ്റ്റെയറിനെ വിളിക്കുന്നത്. Question number 79. 1 hectare is equal to how many acres? എത്ര ഏക്കറാണ് ഒരു ഹെക്ടർ? നമ്മളെ ഈ കരം അടയ്ക്കും ഭൂനികുതി എല്ലാം അടയ്ക്കുന്ന പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം. ഒരു ഹെക്ടർ 2.47 acres ഓഫ് ലാൻഡ് ആണ്. 100 സെൻറ്റ് ആണ് ഒരു ഏക്കർ. 2.47 ഏക്കറാണ് ഒരു ഹെക്ടർ. Question number 80. To protect natural sloping ground, dash is construct. Breast wall, retaining wall, wing wall and combined wall. നാച്ചുറൽ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രസ്റ്റ് വാളാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ റീറ്റെയിനിങ് വാൾ. Thank you. If found useful, subscribe our channel.